കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് പറയാം. സോ ഓവറോൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ വെയ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ആവറേജിൻ്റെ ബേസിലാണ് ഇവിടെ കാൽക്കുലേഷൻ വരുന്നത്. ആഫ്റ്റർ അസർട്ടൈനിങ് ദ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്മൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു അല്ലേ. ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കോസ്റ്റ്, അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി കാൽക്കുലേറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി ഫേം. ഒരു ഫേമിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ പറയുന്ന വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. സോ വി നോ ദ ക്യാപിറ്റൽ റേസ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ്. പല മെത്തേഡിലൂടെ അല്ലെങ്കിൽ പല സോഴ്സസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ചിലപ്പോൾ കമ്പനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാവാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് റിസർവ് ആയിരിക്കാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ പല സോഴ്സസിലൂടെ കമ്പനിക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ റേസ് ചെയ്യാം. അപ്പോൾ അതിന് വരുന്ന കോസ്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. So weighted average cost of capital summarizes the after tax cost of the entire capital structure. ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഫൈനാൻസിൽ വരുന്ന പല ഡിഫറെൻറ്റ് സോഴ്സസിന് വരുന്ന ആവറേജ് ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. അതിന് നമ്മൾ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബുക്ക് വാല്യൂ വെയ്റ്റും രണ്ടാമത്തത് മാർക്കറ്റ് വാല്യൂ വെയ്റ്റും. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ടു ദി ടോട്ടൽ ക്യാപിറ്റൽ. നമ്മൾ ബുക്കിൽ കാണുന്നത് അല്ലേ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ബേസ് ചെയ്തിട്ട് ആണ് ഇവിടെ നമ്മൾ ബുക്ക് വാല്യൂ വെയ്റ്റ് കണ്ടുപിടിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ വെയ്റ്റിലൂടെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡിലും എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കാണേണ്ടത്. യൂസിങ് ബുക്ക് വാല്യൂ വെയ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കാണുന്ന പോലെ അത്ര ടെൻഷനുള്ള ഒരു ഇതല്ല. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് സോഴ്സ് ഏതാണ്, ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണ്. ബുക്ക് വാല്യൂ 45,000ഉം മാർക്കറ്റ് വാല്യൂ 90,000ഉം ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് ബുക്ക് വാല്യൂ 15,000 ആണ്, മാർക്കറ്റ് വാല്യൂ 0 തന്നിട്ടില്ല. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബുക്ക് വാല്യൂ 10,000 തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ 10,000. ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്, ബുക്ക് വാല്യൂ 30,000, മാർക്കറ്റ് വാല്യൂ 30,000. ഓക്കെ, ഇനി അതുകൂടാതെ മറ്റൊരു ഇൻഫോർമേഷൻ നമുക്ക് തരും. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ്. ഓരോ ഷെയറിന് അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ ഓരോ ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് നമുക്കിവിടെ തരും. അതിൽ ഫസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എത്രയാണ്, 14% ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് 13%. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 10%, ഡിബഞ്ചർ 5%. അപ്പോൾ ഇത് തന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യത്തെ കേസ് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബുക്ക് വാല്യൂ വെയ്റ്റ് അല്ലേ. ബുക്ക് വാല്യൂ വെയ്റ്റിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് സോഴ്സസ് തന്നിട്ടുണ്ട്. അതേപോലെ ക്വസ്റ്റ്യനിൽ നമുക്ക് ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുത്തെഴുതാണ്. ഓക്കെ, അപ്പോൾ സോഴ്സസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബുക്ക് വാല്യൂ നമ്മൾ എടുത്തെഴുതാം. ഇനി എന്ത് നമ്മൾ കണ്ടുപിടിക്കണം, വെയ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വെയ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലെ വെയ്റ്റ് ആണ് കാണേണ്ടത് അല്ലേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വെയ്റ്റ് കാണണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്, 45,000 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ, ഈ തന്നിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 45,000 പ്ലസ് 15,000 പ്ലസ് 10,000 പ്ലസ് 30,000 എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. അപ്പോൾ 45,000 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്താൽ നമുക്കതിൻ്റെ വെയ്റ്റ് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 14%.
അത് നാം പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് 0.14 എന്നുള്ളതാക്കി. ഓക്കെ, ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് ഈ വെയ്റ്റും നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും. വെയ്റ്റഡ് കോസ്റ്റ് അപ്പോൾ എത്രയായി? 0.45 ഇൻറ്റു 0.14 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.063 എന്നാണ്. അപ്പോൾ അത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 6.3% എന്ന് കിട്ടും. ഓക്കെ, അതുപോലെയാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. അടുത്തത് നോക്കാം നമുക്ക്. റീറ്റെയിൻഡ് ഏർണിങ്സ് 15,000 ആണ്, 15,000 ആണ് ബുക്ക് വാല്യൂ. സോ വെയ്റ്റ് എങ്ങനെ കാണും? 15,000 ഡിവൈഡഡ് ബൈ ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ എത്രയാണ്? 1 lakh. സോ 0.15. ഓക്കെ, കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ 13% തന്നിട്ടുണ്ട്, അത് 0.13 എന്നുള്ളതാക്കുക. ദെൻ വെയ്റ്റഡ് കോസ്റ്റ് എങ്ങനെയാണ് കാണുക? W ഇൻറ്റു C. സോ 0.15 ഇൻറ്റു 0.13 ചെയ്യുമ്പോൾ ആ പോയിൻറ്റ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക, അപ്പോൾ 1.95% വരും. ഓക്കെ, അടുത്ത പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വാല്യൂ തന്നിട്ടുണ്ട് 10,000. ദെൻ വെയ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 10,000 ഡിവൈഡഡ് ബൈ 1 lakh അല്ലേ, അപ്പോൾ 0.10. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ 10% അപ്പോൾ 0.10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1% കിട്ടും. ഡിബഞ്ചേഴ്സ് എടുക്കുക. ഡിബഞ്ചേഴ്സ് 30,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ വെയ്റ്റ് എങ്ങനെയാണ് കാണുക? 30,000 ഡിവൈഡഡ് ബൈ 1 lakh ആണ് അല്ലേ, ഇതിൻ്റെ ടോട്ടൽ 1 lakh ആണ്. സോ 0.30. ദെൻ കോസ്റ്റ് നമുക്ക് തന്നിട്ട് 5% തന്നിരിക്കുന്നത്, അപ്പോൾ 5% പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ 0.05 എന്ന് കിട്ടും. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.50%. ഇനി ഈ ലാസ്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതല്ലെങ്കിൽ KO എന്ന് പറഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. K0 അല്ല, KO എന്നുള്ളതാണ്. O എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ കോസ്റ്റ് എത്ര കിട്ടും? ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 10.75% കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ബുക്ക് വാല്യൂ മെത്തേഡ്. ഇതേ മെത്തേഡിലാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ മെത്തേഡും കാണേണ്ടത്. സോ മാർക്കറ്റ് വാല്യൂ മെത്തേഡ് എങ്ങനെയാണ് കാണാം? മാർക്കറ്റ് വാല്യൂവിൽ ഇക്വിറ്റി ഷെയറിന് മാർക്കറ്റ് വാല്യൂ ഉണ്ട്, പ്രിഫറൻസ് ഷെയറിനുണ്ട്, ഡിബഞ്ചറിനുണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സിന് മാർക്കറ്റ് വാല്യൂ ഇല്ല, അപ്പോൾ അതിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വാല്യൂ കാണാൻ പറ്റില്ല. സോ ബാക്കിയുള്ളതിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ? നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. സോ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഐറ്റം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് 90,000 അല്ലേ, 90,000. അപ്പോൾ ഈ ഇക്വിറ്റി ഷെയറിൻ്റെ W അതായത് വെയ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് 90,000 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 90,000 പ്ലസ് 10,000 പ്ലസ് 30,000 എന്ന് പറഞ്ഞാൽ 1,30,000 ആണ്. അപ്പോൾ 90,000 ഡിവൈഡഡ് ബൈ 1,30,000 0.692 കിട്ടും. ഇനി കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 14% അപ്പോൾ 0.14 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക 9.688% വരും. ദെൻ അടുത്ത പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സിന് മാർക്കറ്റ് വാല്യൂ ഇല്ല, അതുകൊണ്ട് ഇവിടെ എടുത്തിട്ടില്ല. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 10,000 ആണ്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1,30,000 0.0769 വരും. ദെൻ കോസ്റ്റ് 0.10, ദെൻ 0.769% ആണ് ആൻസർ വരിക. ഡിബഞ്ചറിന് എങ്ങനെയാണ്? 30,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ വെയ്റ്റ് എങ്ങനെ കാണും? 30,000 ഡിവൈഡഡ് ബൈ 1,30,000. അപ്പോൾ വെയ്റ്റ് കിട്ടും 0.230. ദെൻ കോസ്റ്റ് തന്നിട്ടുണ്ട് ഡിബഞ്ചറിൻ്റെ 5% ആണ്, 0.05%ലേക്ക് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.15%. ഇതിൻ്റെ ടോട്ടലാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂവിലുള്ള വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 11.607% ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുക. KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊക്കെ നമുക്കതിനെ പറയാം.